ഇത്തവണത്തെ സാഹിത്യോത്സവ പ്രമേയം വരാന്തയാണ്. വരാന്ത മാനിഫെസ്റ്റോ സാഹിത്യോത്സവ പ്രമേയമാകുന്നു. നമ്മളോടൊപ്പം SSF കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഇർഷാദ് മാഷ് കളത്തൂരുണ്ട്. സാർ, തീർച്ചയായും നമ്മള് സാഹിത്യോത്സവിലെ ഇപ്രാവശ്യത്തെ പ്രമേയമായിട്ട് തെരഞ്ഞെടുത്തിരുന്നത് വരാന്തയാണ്. വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയമാണ്. എല്ലാവരും ശ്രദ്ധയോടെ ആകാംക്ഷയോടെ ശ്രദ്ധിച്ചൊരു പ്രമേയം കൂടിയാണ്. തീർച്ചയായും നമ്മള് വരാന്ത എന്നതോട് ഉദ്ദേശിച്ചത്, വരാന്ത എന്ന് പറയുന്നത് വീടിന്റെ അകത്തോ പുറത്തോ എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു ഇടാണ്. സമാനമായി സമൂഹത്തിന്റെ അകത്തോ പുറത്തോ എന്ന് പറയപ്പെടാത്ത രീതിയിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു ഭാഗം മനുഷ്യന്മാര്, അവരെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വരാന്ത എന്ന പ്രമേയത്തോട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ മാറ്റി നിർത്തപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാർ, അതില് നമ്മള് പാവപ്പെട്ട ആൾക്കാരുണ്ട്, വൃദ്ധരായിട്ടുള്ള മനുഷ്യരുണ്ട്, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്, സമൂഹത്തില് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, നമ്മുടെ കാസർഗോഡ് ജില്ലയൊക്കെ ആകുമ്പോൾ എൻഡോസൾഫാൻ ദുരിത ബാധിതർ, അതേപോലെ തന്നെ ആ രീതിയിലുള്ള ഭാഷാ ന്യൂനപക്ഷങ്ങൾ, അവരൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു പ്രമേയമായിട്ടാണ് നമ്മൾ വരാന്ത തെരഞ്ഞെടുത്തിട്ടുള്ളത്. തീർച്ചയായും കാലികാവസ്ഥികമായൊരു വലിയൊരു വിഷയത്തെ തന്നെയാണ് സാഹിത്യോത്സവം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ വിദ്യാഭ്യാസപരമായും നമ്മുടെ ആരോഗ്യപരമായും മെഡിക്കൽ കോളേജും കൂടി ഇതിൽ ചർച്ചയാവുന്നത്. കാസർഗോഡ് ജില്ലയുടെ മെഡിക്കൽ അതും തൊട്ടടുത്താണ് ഈ പരിപാടി നടക്കുന്നത്. മെഡിക്കൽ കോളേജിന്റെ അതിന്റെ റോഡും കൂടിയാണ്. തീർച്ചയായും ബദിയടുക്കയിലെ ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. തറക്കല്ലിട്ട് ഇത്രയും കാലമായിട്ടും യാതൊരു തരത്തിലുള്ള പ്രവർത്തനമോ അല്ലെങ്കിൽ അതിന്റെ ഒരു തുടക്കം പോലും ആകാത്ത രീതിയിൽ ഇങ്ങനെ ആർക്കോ വേണ്ടി ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു സംവിധാനമായിട്ട് മെഡിക്കൽ കോളേജ് ഇങ്ങനെ മാറിയിരിക്കുകയാണ്. അപ്പൊ അത് നിരന്തരം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, അതിന് പരിഹാരം കാണുക എന്നുള്ളതും കൂടി നമ്മൾ ഈ സാഹിത്യോത്സവിന്റെ ലക്ഷ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ പ്രമേയത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു തുടക്കമാണ്. നമ്മൾ ഈ പോരാട്ടങ്ങൾ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ചോദ്യങ്ങൾ ഇനിയും സാഹിത്യോത്സവത്തിന് ശേഷവും ചോദിക്കുക എന്നുള്ളതും കൂടി നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. തീർച്ചയായും വലിയൊരു ചോദ്യത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് സാഹിത്യോത്സവം തുടരുന്നുള്ളത്. ഈ ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമെന്നാണ് ജില്ലാ കമ്മിറ്റി അറിയിക്കുന്നത്. ഒത്തിരി സന്തോഷങ്ങൾ.